ഖത്തറിൽ തൊഴിൽ തട്ടിപ്പുകൾക്ക് നടപടി കടുപ്പിക്കുന്നു. വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ 3 വർഷം വരെ തടവും 1 ദശലക്ഷം ഖത്തർ റിയാലിൽ കവിയാത്ത പിഴയും ചുമത്തും. ഖത്തറിൽ ഗുണനിലവാരമില്ലാത്ത സ്വർണം വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി വാണിജ്യ മന്ത്രാലയം. ഉപഭോക്താക്കളുടെ പരാതിയെ തുടർന്നാണ് നടപടി. UAEക്ക് 53ാം പിറന്നാൾ. രാജ്യത്ത് വിപുലമായ ആഘോഷം. സൗദിയിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹുറൂബ് നീക്കി തൊഴിൽ പദവി ശരിയാക്കാൻ അവസരം. ജനുവരി 29 വരെ ഓൺലൈനിലൂടെ ഖിഫ പോർട്ടൽ വഴി നടപടികൾ പൂർത്തിയാക്കാം. അതേസമയം ഗാർഹിക തൊഴിലാളികൾക്കും ഹൌസ് ഡ്രൈവർമാർക്കും ആനുകൂല്യം ലഭിക്കില്ല. സൗദി അറേബ്യയിൽ വ്ലോഗർമാർക്ക് നിയന്ത്രണം. സോഷ്യൽ മീഡിയയിലൂടെ പരസ്യങ്ങൾ ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസർമാർക്ക് ലൈസൻസ് നിർബന്ധമാക്കി. നിയമം സന്ദർശകർക്കും ബാധകം. ഒമാനിൽ പിൻവലിച്ച നോട്ടുകൾ മാറ്റിയെടുക്കാൻ ഡിസംബർ 31 വരെ സമയപരിധി അനുവദിച്ചു. സമയപരിധിക്കുള്ളിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകളിലൂടെ നോട്ടുകൾ കൈവശമുള്ളവർക്ക് അവ മാറ്റിയെടുക്കാമെന്നും അധികൃതർ. ബഹ്റൈനിൽ സന്ദർശകർക്ക് വിസ അപേക്ഷയ്ക്കൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കാൻ നീക്കം. ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് വിസ അനുവദിക്കുകയോ പുതുക്കാനോ സാധിക്കില്ല.